ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഹെൽത്തി സാലഡ് റെസിപ്പിയുമായിട്ടാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വണ്ണം കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ ബോഡി നല്ല ഹെൽത്തി ആയി കൊണ്ടുപോകുന്നവർക്കും വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി സാലഡാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതാ നല്ല ക്രീമി സാലഡാണ്. സാലഡ് കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന ഒരു സാലഡാണ്. ഇനി നമുക്ക് ഇതിൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കാം. അതിനായി ആദ്യം തന്നെ വേണ്ടത് ഞാൻ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് കോണാണ്. കോൺ നമുക്ക് ആദ്യം തന്നെ പുഴുങ്ങിയെടുക്കാം. ഒരു 5 മിനിറ്റ്സ് നമുക്ക് ആദ്യം തന്നെ വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കാം. അങ്ങനെ ഞാൻ ഇവിടെ കോണ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി അത് കോരി മാറ്റലാണ്. ഇത് ആദ്യം തന്നെ ചെയ്ത് വെക്കാം കേട്ടോ. ഇനി അടുത്തതായി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ബ്രോക്കോളിയാണ്. ഇതൊരു 5 മിനിറ്റ് നമുക്ക് വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്റ്റീം ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു 5 മിനിറ്റ്സ് മതി കേട്ടോ. അതിൽ കൂടുതൽ വേവിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഉപ്പ് ചേർത്ത് വേവിച്ചെടുക്കാം. ബ്രോക്കോളിയിൽ ധാരാളമായി ഫൈബറും അതുപോലെ വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു നല്ലൊരു വെജിറ്റബിളാണ്. അതുകൊണ്ട് തീർച്ചയായും ഇത് ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ്. ഇനി അടുത്തതായി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മളെ കുക്കുംബറാണ്. വെള്ളരിക്കാന്ന കക്കിരിന്ന എന്താ പറയല്, ഓരോ നാട്ടിൽ ഓരോന്നാണ്. എൻ്റെ നാട്ടിലിവിടെ കക്കിരിന്നാണ് കേട്ടോ പറയല്. അങ്ങനെ കുക്കുംബറിൻ്റെ തൊലിയൊക്കെ ഞാൻ നന്നായി പീല് ചെയ്തെടുത്തിട്ടുണ്ട്. ഡയറ്റ് ചെയ്യുന്നവർക്ക് ഒരു അടിപൊളി വെജിറ്റബിളാണ് കേട്ടോ കുക്കുംബർ. ഇത് ദിവസവും നമുക്ക് 1 കപ്പ് വീതം കഴിക്കാവുന്നതാണ്. ഒരു പേടിയും വേണ്ട വണ്ണം വെക്കുമോ എന്നുള്ളത്. അതുപോലെ നമ്മളെ വിശപ്പ് മാറ്റാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭക്ഷണം തന്നെയാണ് കേട്ടോ. ഇതിൽ നിറയെ വൈറ്റമിൻ എയും സിയും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമ്മളെ ഇൻറ്റേർണൽ ഓർഗാൻസിനൊക്കെ വളരെ നല്ലൊരു വെജിറ്റബിളാണ് കുക്കുംബർ. ഇനിയിപ്പോൾ ഞാൻ ഒരു സവാള എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന് സവാള ഇഷ്ടമില്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുരു കളഞ്ഞിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിടാം. ഇനി ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞ് വെച്ച കക്കിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് നേരത്തെ അരിഞ്ഞ് വെച്ച സവാളയാണ്. ഞാനിതാ 1/2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ നേരത്തെ അരിഞ്ഞ് വെച്ച് ഇതൊക്കെ ഒരു കളഞ്ഞിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ച തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ ഇവിടെ ഉണക്ക മുന്തിരി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഇടയിൽ നല്ലൊരു മധുരം വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ വാൾനട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു 3 വാൾനട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. വാൾനട്ടിൽ ധാരാളമായി പ്രോട്ടീൻസും അതുപോലെ ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഒമേഗ 3 ഫാറ്റി ആസിഡ് ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളെ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കുകയും അതുപോലെ നല്ല കൊളസ്ട്രോളിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി നേരത്തെ പുഴുങ്ങി വെച്ച് കോണ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1/2 കപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളിഷ്ടം പോലെ ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി അതുപോലെ നേരത്തെ പുഴുങ്ങി വെച്ച് നമ്മളെ ബ്രോക്കോളിയും കൂടി ചേർത്ത് കൊടുക്കുക. ബോഡി നല്ല ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ നല്ലൊരു ഫുഡ് തന്നെയാണ് ബ്രോക്കോളി. ബ്രോക്കോളി ആഴ്ചയിൽ 3 തവണ ഇതുപോലെ സാലഡാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ബ്രോക്കോളി ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പോളം തൈര് ചേർക്കാം. അതായത് 2 സ്പൂൺ ഫുൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് യോഗേർട്ട് ചേർക്കാം. ഞാൻ ഇവിടെ തൈരാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പുളിയില്ലാത്ത മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഹണിയോ അതുപോലെ ഉപ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ചേർക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക. നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ അപ്പം തന്നെ വരുന്നതായിരിക്കും. ബ്രോക്കോളിയൊക്കെ നല്ലോണം സ്മാഷ് ആയിട്ട് തൈരിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഇതുപോലുള്ള വ്യത്യസ്തമായ റെസിപ്പിയുമായി വരുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.